ഗ്യാസാണെങ്കിൽ തീ പിടിച്ചതുപോലെയാണ് ഗ്യാസിൻ്റെ വില പോകുന്നത്. അതായത് നാസയുടെ റോക്കറ്റ് ഇത്രയും സ്പീഡിൽ പോകുന്നില്ല, അതിലും വലിയ സ്പീഡിലാണ് ഇന്ത്യയിലെ ഗ്യാസിൻ്റെ വില പോകുന്നത്. അപ്പോൾ നമ്മളുടെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. കച്ചവടക്കാർ വന്നില്ലേ? എന്നാ പറഞ്ഞേ? ഇല്ല അല്ലേ? 2000 രൂപ വ്യത്യാസം കൊടുക്കാതില്ല. അതെയാ? കുറച്ച് നിക്കട്ടെ എന്നേ. ഇപ്പം നല്ലോണം പുല്ലില്ലേ? നല്ലോണം പുല്ലുണ്ടല്ലോ, കുറച്ചാള് നിക്കട്ടെ. ചെറുത് മേടിക്കാന്ന് പറഞ്ഞതാ. അതെയാ? നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തു. നമ്മളൊരു കമ്പനിയിലേക്ക് എത്തി. ഇന്ന് സൺഡേ ആണ് അധികവും ഞാൻ യൂട്യൂബുകൾ ചെയ്യാറ്. കിച്ചൺ എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഫാക്ടറിയാണ്, എല്ലാവരും അവധിയാണെന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റൗ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ട്രെൻഡെല്ലാം മാറി. നമ്മുടെ കിച്ചണും ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലായി ഫുള്ള്. അതിൻ്റെ കബോർഡ്സാണ് ഇത് കിച്ചൻ്റെ. നമ്മളിതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തു. ഇപ്പോൾ ബർണറെല്ലാം മാറ്റി, ബർണറെല്ലാം അഴിച്ചെടുത്തു. ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം. ഇതിനകത്തെല്ലാം ഓയിൽ പിടിച്ച് ഫുള്ള് ബ്ലോക്കായിരിക്കുകയാണ്. ഇതിനകത്ത് ഇനി ഒരു നെട്ടുണ്ട്. ആ നെട്ട് അതിനുള്ളിലാണ് നോസിലിരിക്കുന്നത്. ആ നോസിൽ ക്ലീൻ ചെയ്ത്, നെട്ടഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കണം. എല്ലാം അതുപോലെ പോയി കിടക്കുകയാണ്. പിന്നെ ഈ സ്റ്റൗവിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൽ ഇഗ്നേഷൻ ഉണ്ട്. ഇത് പ്രസ് ചെയ്താൽ ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഇതാണ് ആ സ്വിച്ച്, സെൻസർ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആകുമ്പോഴാണ്, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ഓൺ ചെയ്യുന്നത് തിരിക്കുമ്പോഴാണ് ഗ്യാസ് ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് കത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി വേണം. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബാറ്ററി അഴിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിലൂടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ടെന്നും അത് വർക്ക് ചെയ്യുന്നില്ല എന്നും. കാരണം ഇത് 3 വർഷമായി നമ്മൾ വാങ്ങിയിട്ട്. 3 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം പോലും ഇത് വർക്ക് ചെയ്തില്ല, സ്പാർക്കിംഗ് പ്ലഗ് വർക്ക് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരും. ചില സ്റ്റൗവിൽ നമുക്ക് നേരിട്ട് പ്ലഗിലേക്ക് കുത്താവുന്ന ഇലക്ട്രിസിറ്റി ഉണ്ട്. ചിലതിൽ ഇങ്ങനെ ബാറ്ററി ആയിരിക്കും വരുന്നത്. പക്ഷേ ഇതെങ്ങനെ അഴിക്കുന്നതെന്നോ ഒന്നും അവർ പറഞ്ഞു കൊടുക്കില്ല. പലർക്കും അറിയില്ല, നമുക്കും അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണെന്ന്. ഇത് മൊത്തം അഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊരു ബാറ്ററി ഉണ്ടെന്നും ഇത് ബാറ്ററി പുറത്തെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്കിത് നോക്കാം. ഇതിൻ്റെ സ്വിച്ച് ഇതാണ്. അതിൻ്റെ ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോയിൽ. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഓരോ സ്ഥലത്തേക്കും സ്പാർക്കിംഗ് പ്ലഗിലേക്ക് പോകുന്നത്. ഇനി ഇതിവിടെ തിരിച്ച് അടിയിൽ, അതായത് കബോർഡിൻ്റെ ഒക്കെ അടിയിൽ വന്ന് നമ്മൾ നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. ഇതിവിടെ പ്രസ് ചെയ്താൽ ഈ ഡോർ ഇങ്ങനെ തുറക്കാം, ഇതിൻ്റെ കവർ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഇങ്ങനെ എടുക്കാം. ഈ ബാറ്ററി എടുത്തു കഴിഞ്ഞ് റീപ്ലേസ് ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മുടെ സ്പാർക്കിംഗ് പ്ലഗ് വർക്ക് ചെയ്യും. അപ്പോൾ അത് കബോർഡിൻ്റെ അടിയിലായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഈ കമ്പനികൾ എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങുന്ന സമയത്ത് ഒന്നും ചോദിക്കില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് ചോദിക്കണം. എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഇത് തുരുമ്പ് പിടിക്കുമോ നിങ്ങൾ ചോദിക്കണം. ഇതിപ്പോൾ 3 വർഷമായതാണ്. ഇതെല്ലാം തുരുമ്പ് പിടിച്ചു. കണ്ടോ, എല്ലായിടത്തും തുരുമ്പ് പിടിച്ചു. മുകളിൽ കാണാനൊരു ഭംഗി ഉണ്ടാകും, ഗ്ലാസ് ഉണ്ടാവും. ഈ ഗ്ലാസ്സാണത്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം. എല്ലാം അഴിച്ച് ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് പൊതുവെ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു പ്രത്യേകത ഇതിൻ്റെയെന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്ലെയിം ഒരുപാട് ലോസാണ്. അതായത് നമ്മുടെ ഗ്യാസ് ഒരുപാട് ഇതിൽ പോകും. ഇത്രയും ഹൈറ്റിലിരിക്കുന്ന
ഈ ബർണറിൻ്റെ സ്റ്റാൻഡ് ഒരിക്കലും വാങ്ങരുത്. അങ്ങനെയുള്ള സ്റ്റൗ നിങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യരുത് വാങ്ങാനായിട്ട്. നമ്മുടെ ഗ്യാസ് ഒരുപാട് നഷ്ടപ്പെടും. കാരണം ഈ ഫ്ലെയിം ഒരിക്കലും നമ്മുടെ പാത്രത്തിലേക്ക് അടിക്കില്ല, വളരെ കുറച്ച് അടിക്കുള്ളൂ. ഒരു 60% അതിൻ്റെ ഫ്ലെയിം നമ്മുടെ പാത്രത്തിലെത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ലോസായി പോകും. അത്രയും ഗ്യാസ് നമ്മുടെ പോകും. അതിന് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ സ്റ്റൗവിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറയാം. എങ്ങനെയാണ് നമ്മളുടെ ഗ്യാസ് ലോസ് ആവുന്നത്, നമുക്ക് നഷ്ടം വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അധികം ആർക്കും ഇത് പറഞ്ഞു തരാറില്ല, കാരണം അവർക്കത് മനസ്സിലാവാറില്ല. അവർ അത്ര പ്രൊഫഷണൽസ് ആയിരിക്കില്ല ഈ കമ്പനികളൊന്നും. അപ്പം നമ്മളത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് ഗ്യാസ് ഇത്രയും ലോസ് ആവുന്നത് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കിച്ചൺ എക്സ്പേർട്സിന് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളത് നോക്കുക. 3.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പാത്രവും നമ്മളുടെ ഫ്ലെയിം തുടങ്ങുന്ന സ്പേസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസാണ് നമ്മളിപ്പോൾ കുറയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഒരു നോസിലുണ്ട്, ഇതിൻ്റെ എയർ വരുന്ന, അതായത് ഗ്യാസിനെ കൺട്രോൾ ചെയ്ത് വിടുന്ന ഒരു നോസിലാണിത്. ഇതിൽ ചെറിയൊരു ഹോളാണുള്ളത്. ആ ഹോള് ബ്ലോക്കായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വരില്ല. അപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. ഇത് അഴിച്ചെടുക്കണമെങ്കിൽ എല്ലാത്തിനും അഴിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്, കാരണം ഇത് വളരെ ചെറിയൊരു നെറ്റാണ്. ഇതിൻ്റെ നോസിൽസ് നമുക്ക് 7-ൻ്റെ സ്പാനർ വെച്ചാണ്, ഇത് 7 നമ്പറിൻ്റെ സ്പാനർ വെച്ചാണ് നമ്മൾ ഇത് അഴിക്കുന്നത്. സ്പാനർ വെച്ചാൽ ചിലപ്പോൾ കിട്ടില്ല, ബോക്സ് സ്പാനർ വെച്ച് വേണം അഴിക്കാൻ. 7-ൻ്റെ ബോക്സ് സ്പാനർ കരുതിയിട്ട് മാത്രമേ നിങ്ങൾ ഈ സ്റ്റൗ റിപ്പയറിങ്ങും ഇതുമെല്ലാം ചെയ്ത് തുടങ്ങാമോളൂ, അഴിക്കാമോളൂ. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ അഴിച്ച് പിന്നെ നിങ്ങൾക്ക് ബാക്കിയത്തെ സാധനങ്ങൾ അഴിക്കാൻ പറ്റാതെ വരും. ഇതഴിച്ച് നോസിലിൽ ഇതിപ്പോൾ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. നല്ലപോലെ ഒരു ചെറിയൊരു പിന്നോ ഒക്കെ വെച്ചിട്ട് കുത്തിയാൽ ഇത് നല്ല ഇതിൻ്റെ ഹോള് ക്ലിയർ ആയിട്ട് വരും. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്യുക. ഈ സ്റ്റൗവിൻ്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ തന്നെ റോങ് ആണ്. കാരണം ഇതിൻ്റെ നമുക്ക് ഈ പൈപ്പ്, ഇവിടെയുള്ള പൈപ്പോ എന്തെങ്കിലും ലീക്കാവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഴിക്കാനോ, ഇതെല്ലാം മൊത്തം അഴിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് ഒരു ബർണർ ഇരിക്കുന്നത്. ഈ ബർണർ ഇരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം അഴിച്ചു പറിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോയിൻറ്റിൽ ലീക്കോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് അഴിച്ചപ്പോൾ ഇത് ലീക്കായിരുന്നു, ഇവിടുന്ന് ഗ്യാസ് ലീക്കായിരുന്നു. ജൂബിലി ക്ലിപ്പ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം ഗ്യാസ് കണക്ഷൻ കൊടുക്കുമ്പോൾ. നമ്മുടെ നാട്ടിൽ അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ജൂബിലി ക്ലിപ്പ് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഗ്യാസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പൈപ്പ് എപ്പോഴും ലൂസായി പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ജൂബിലി ക്ലിപ്പ്. ഇതിട്ടിട്ട് ടൈറ്റ് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഗ്യാസ് എപ്പോഴും ലീക്കാവും. ഇനി നമ്മൾ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചു, നമ്മൾ ഗ്ലാസ് വെച്ചു. ഇനി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോബ് നമ്മൾ വാങ്ങുമ്പോൾ ഈ കമ്പനിക്കാരോട് ചോദിക്കണം ഇത് ഹീറ്റ് പ്രൂഫ് ആണോ എന്ന്. ഹീറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹീറ്റായിട്ട് പോകും. അതായത് ഹീറ്റായിട്ട് പോയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് ഓൾമോസ്റ്റ് പോയി, ഇതിൽ പ്രോബ്ലം ഒന്നുമില്ല, അത് ചെറുതിൻ്റെയാണ്. അപ്പോൾ ഹീറ്റ് അടിക്കുന്ന സ്ഥലത്തുള്ള നോബ്സ്, ഇത് വലിയ കുക്കറിൻ്റെ ബർണറിൻ്റെ അടുത്തുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് ഹീറ്റ് വന്നിട്ട് പോയത്. WD-40 നല്ലതാണ് നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമ്മുടെ സ്റ്റൗവിലുള്ള സ്റ്റെയിനും ഇതൊക്കെ പോയിക്കോളും അടിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ സ്ക്രൂസ്, നെറ്റ് ഇതൊക്കെ അഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഗ്യാസ് കണക്ഷൻ കൊടുത്തു. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വെള്ളം ചൂടാകുന്നുണ്ടോ? ഇപ്പോൾ ബർണറും ഇത് ഈ ചെരുവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഉള്ളൂ. 1 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇതെല്ലാം അങ്ങനെയാണ്, 1 സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ആവശ്യത്തിന് ഓക്സിജനും ചെല്ലും, പെട്ടെന്ന്
നമ്മളുടെ വെള്ളം ചൂടാവും, ഗ്യാസ് ലോസ് വരില്ല ഒരിക്കലും. ഇതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ. കണ്ടോ, വെള്ളം ചൂടായി. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ 1 സെൻറ്റിമീറ്ററിൻ്റെ സ്പേസാണ് നമുക്ക് ശരിക്കും ഗ്യാസും നമ്മുടെ പാത്രമായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായി. ഇത് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം ഇത് ഗ്യാസ് കമ്പനികൾ, പല കമ്പനികളുണ്ട്. നമ്മളുടെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് മാത്രമേ വാങ്ങാമുള്ളൂ. അല്ലാതെ ഏത് കമ്പനിയാണ് എന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മളുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ഗ്യാസ് ലോസ് ആവാതിരിക്കണമെങ്കിൽ പാത്രത്തിൽ നിന്നും 10 mm അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉണ്ടാവുമുള്ളൂ ഗ്യാസിൻ്റെ ഫ്ലെയിമുമായിട്ട്. ഇതാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം. ഇവിടെ നിന്നാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് 10 mm, അത് ഇത്രയും ഡിസ്റ്റൻസേ പാടുള്ളൂ. അങ്ങനെയുള്ള സ്റ്റൗകൾ മാത്രമേ വാങ്ങാമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഭയങ്കര ലോസ് വരും. അതുപോലെ തന്നെ എവിടെയാണ് അതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്, അത് റീപ്ലേസ് ചെയ്യാനുള്ളത്, അത് എത്ര നാൾ കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണം, പാർട്സ് അവൈലബിൾ ആണോ, ക്വാളിറ്റി ഉള്ള പാർട്സ് ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ നിങ്ങൾ വാങ്ങാമുള്ളൂ. അത് പ്രത്യേകം വീട്ടമ്മമാർ ശ്രദ്ധിക്കണം. കാരണം വീട്ടമ്മമാരാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റൗ കുറേ ദിവസമായി വർക്ക് ചെയ്യുന്നില്ല എന്ന് വൈഫ് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയില്ല. ഈ കോവിഡിൻ്റെ സമയമായപ്പോൾ മദർ ഹോസ്പിറ്റലിലായി. കോവിഡായിട്ട് മദറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് കോവിഡ് പിടിച്ചതാണ് മദറിന്. അങ്ങനെ കുറച്ച് സീരിയസ് ആയി. മദറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. വൈഫും ഏകദേശം 15 ദിവസത്തോളമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഹോസ്പിറ്റലിൽ കയറിയ ആളെ പുറത്തേക്ക് വിടുകയില്ല, അവർ പുറത്തുനിന്ന് ഒരാളെ അകത്തേക്ക് കടത്തുകയില്ല. അതുപോലെയാണ് കോവിഡ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് ഭക്ഷണം വേണം. അവർ പുറത്തുനിന്ന് വാങ്ങി ഞങ്ങൾ മാനേജ് ചെയ്യുമെങ്കിലും ചായയൊക്കെ തിളപ്പിക്കാൻ നേരത്ത് കിച്ചണിൽ കയറി നോക്കിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുന്നത്, ഇതുപോലെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ശ്രദ്ധിക്കുക. വളരെ എക്സ്പെൻസീവാണ് ഗ്യാസ് ഇപ്പോൾ. നമുക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന, ലോസ് ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് പറഞ്ഞ് തന്നെ വാങ്ങണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒന്ന് നോക്കൂ നമ്മളുടെ ഗ്യാസിൻ്റെ വില. ഗ്യാസ് ആണെങ്കിൽ തീ പിടിച്ചതുപോലെയാണ് ഗ്യാസിൻ്റെ വില പോകുന്നത്. അതായത് നാസയുടെ റോക്കറ്റ് ഇത്രയും സ്പീഡിൽ പോകുന്നില്ല, അതിലും വലിയ സ്പീഡിലാണ് ഇന്ത്യയിലെ ഗ്യാസിൻ്റെ വില പോകുന്നത്. അപ്പോൾ നമ്മളുടെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. കാരണം ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മദർ ഹോസ്പിറ്റലിലാവുന്നത്. മദർ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വെച്ച് കോവിഡ് പിടിച്ചു. പിന്നെ കുറച്ച് സീരിയസ് ആയി. മദറിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വൈഫ് മദറിൻ്റെ കൂടെ നിൽക്കുന്നു ഹോസ്പിറ്റലിൽ. ഈ സമയത്ത് കിച്ചണിൽ കയറി കുട്ടികൾക്ക് പാകം ചെയ്യുകയും അവർക്ക് ഭക്ഷണം ആവശ്യത്തിന് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ചായ ഉണ്ടാക്കാനൊക്കെ അടുക്കളയിൽ കയറിയപ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത്. കിച്ചണിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് പരിഹരിക്കാൻ നോക്കുകയായിരുന്നു. സ്റ്റൗ എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ കട്ട് ചെയ്ത് ബർണറൊക്കെ കറക്റ്റ് സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നാണ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറും അതുപോലെ തന്നെ ഫ്ലെയിമും നമ്മളുടെ പാത്രവും തമ്മിൽ 10 mm ഡിസ്റ്റൻസ് മാക്സിമം പാടുള്ളൂ. 10 mm 15 mm അതിൽ കൂടുതൽ ഒരിക്കലും പോകരുത്. അപ്പോൾ നമ്മളുടെ ഹീറ്റ് നമ്മുടെ പാത്രത്തിലേക്ക് കിട്ടില്ല, നമ്മുടെ ഗ്യാസ് ലോസ് ആവും. കമ്പനികൾ ഈ ടിപ്സൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
അതിന് മറുപടി തരാം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ള വീട്ടമ്മമാർക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് വർഗീസ്.